വാര്യർ, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ പ്രതിപക്ഷമോ അല്ല. അത് ആവശ്യപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമി മാത്രമാണ്. ആ ആവശ്യം ഇതുവരെ പണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് സമയത്ത് നരേന്ദ്രമോദിയൊക്കെ ആവശ്യം ഉന്നയിച്ച പോലെ ആവശ്യം, രാഷ്ട്രീയ ആവശ്യം ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അതൊന്നും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യരുത്. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ, രാജ്യത്തിനെതിരെ ഒരാൾ വന്നാൽ അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. രാജ്യത്തിനെതിരെ വരുന്നവരെ നേരിടുക എന്നുള്ളതാണ് ഒറ്റ മനസ്സോടെ, അതിൽ രാഷ്ട്രീയമില്ല. അതിൽ നല്ല കാര്യം, പ്രതിപക്ഷത്തിന് അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ. പക്ഷെ സന്ദീപ് വാര്യർ, ഇവിടെ ഇതിന് കാരണക്കാർ അങ്ങേയറ്റത്തെ ബാർബാറിക്ക്, അങ്ങേയറ്റത്തെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കാരണക്കാരായ ആളുകൾക്ക്, ഈ പറയുന്ന 5 തീവ്രവാദികൾക്ക്, അവരെ പറഞ്ഞുവിട്ടവർക്ക്, അതിനി കസൂരിയാണെങ്കിൽ കസൂരിക്ക് അപ്പുറത്താരെങ്കിലും അയാൾ, അവരെയൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു നോ ഡൗട്ട്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിന്റെ ഭാഗമായി സൈന്യം ചില നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്, ആലോചന നടക്കുന്നു, നയതന്ത്രപരമായി അതിലുള്ള ചർച്ചകൾ നടക്കുന്നു, പാകിസ്ഥാനെ പരമാവധി പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ. അതൊക്കെ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ഇവിടെ എന്തുണ്ടായി എന്നതുകൂടി നമ്മൾ പരിശോധിക്കണ്ടേ സന്ദീപ് വാര്യർ? ഇവിടെ ജൂണിൽ തുറക്കേണ്ട വാലി ഏപ്രിൽ തുറന്ന് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നു. പെർ ഡേ 1000-2000 ആളുകൾ കയറിപ്പോകുന്ന സ്ഥലത്ത് ഒരു സൈനിക സാന്നിധ്യമോ ഒരു പോലീസ് സാന്നിധ്യമോ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. അവിടെ സംഭവം ഉണ്ടായി, വിളിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് എത്താൻ വല്ലാതെ വൈകി എന്ന് പറയുന്നു. പക്ഷേ അത്ര നേരത്തെ എത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കാഷ്വാലിറ്റി ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നു. 1.5 മണിക്കൂർ ചോര വാർന്ന് കിടന്ന കാര്യം ഇവിടെ കൊച്ചിയിലെ നമ്മുടെ സൈനികന്റെ സഹോദരി പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയമായി അതിനെ ഉന്നയിക്കുന്നതിനപ്പുറം കറക്റ്റ് വളരെ ഷാർപ്പായ സെക്യൂരിറ്റി ഓഡിറ്റ് ഈ വിഷയത്തിലും നടക്കേണ്ട സമയം തുടങ്ങിയില്ലേ സന്ദീപ്? അതിലേക്ക് വരും മുമ്പ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ന്യൂക്ലിയർ ത്രെറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. പാകിസ്ഥാൻ ഇതുപോലെയുള്ള ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയിട്ട് കാലം കുറയായി. അവർ ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്തെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അതിനുള്ള ശേഷിയൊന്നുമില്ല എന്നുള്ളത് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആഴ്സണലുണ്ട്, അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ നേരിടാനുള്ള കരുത്തൊക്കെ പാകിസ്ഥാനുണ്ട് എന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ മാപ്പിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ബാക്കി ഉണ്ടാവില്ല. ഗ്ലോബൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമേ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളെക്കാൾ നന്നായി അവർക്കറിയാം. ഇന്ത്യയുടെ തിരിച്ചടി അത്രമേൽ ശക്തമായിട്ടുള്ളതായിരിക്കും. ഇന്ത്യൻ ആർമിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇന്ത്യയുടെ 3 ഫോഴ്സിലും അതിന് കേപ്പബിളാണ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ഇവിടെ നടന്നിട്ടുള്ളത് രാജ്യത്തിനെതിരായിട്ടുള്ള അതിക്രമമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കടന്നു വന്ന് നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ അതിനിഷ്ഠൂരമായ രീതിയിൽ അവരെ വധിച്ച ഭീകരർക്കെതിരായി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റിന് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നടപടിയെടുക്കൂ, എത്ര ശക്തമായ നടപടിയെടുത്തോളൂ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുള്ളത്, പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാർ എടുക്കുന്ന പാകിസ്ഥാനെതിരായിട്ട്, തീവ്രവാദത്തിനെതിരായിട്ട് എടുക്കുന്ന എല്ലാ നടപടികൾക്കും പരിപൂർണമായ പിന്തുണ കൊടുക്കും. ഈ സമയത്ത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ കേൾക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ രാജ്യം ഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷത്തെ അതുപോലെ തന്നെ മുഖവിലേക്ക് എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രതിപക്ഷത്തെ മുഖവിലേക്ക് എടുക്കുകയും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയും ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കൂടി ചുമതലയാണ്. നമുക്ക് 94-ൽ ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നുപോയ സമയത്ത് അന്ന് ഭരിച്ച സർക്കാർ, നരസിംഹറാവു സർക്കാർ, ആരെയാണ് ഐക്യരാഷ്ട്രസഭയിലേക്ക് അയച്ചത്? അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് അയക്കുന്നത്, അടൽ ബിഹാരി വാജ്പേയിയാണ് അയക്കുന്നത്. രണ്ട് നരസിംഹറാവു ആണെങ്കിലും അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും അവർ സ്റ്റേറ്റ്സ്മെൻസ് ആയിരുന്നു. ഒരു വലിയ ഇന്ത്യൻ പൊളിറ്റിക്സിലെ സ്റ്റാൾവേർഡ്സ് ആയിരുന്നു. അവർക്ക് അത്തരത്തിൽ നിലപാടെടുക്കാൻ സാധിച്ചു. ഇവിടെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം അങ്ങ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ആക്രമണം നടന്ന ദിവസം തന്നെ ആക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി, സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട്, 2 സൈനികരെയെങ്കിലും അവിടെ നിർത്താമായിരുന്നില്ലേ? ഒന്ന് ആ ചെറിയ കുട്ടി ചോദിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാത്ത ആരാ ഉള്ളത്? ആ ചെറിയ കുട്ടി പറയുന്നുണ്ടല്ലോ, 2 സൈനികരെങ്കിലും നിങ്ങൾക്ക് അവിടെ നിർത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇവിടെ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നടപടികളിൽ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്, സ്ലോഗൻസ് അല്ല വേണ്ടത്. ഇവിടെ സ്ലോഗൻസ് ആണ് ഉണ്ടാകുന്നത്. കാശ്മീരിൽ ഇതാ ടൂറിസം ബൂം ചെയ്യുന്നു, കാശ്മീർ വലിയ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തതിനു ശേഷം കാശ്മീർ സമാധാനപരമായി എന്നൊക്കെ സ്ലോഗൻസ് മുഴക്കുന്നതിന് പകരം സ്ട്രാറ്റജി വേണം.
കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി വേണം. ഇവിടെ കൗണ്ടർ ടെററിസത്തിന്റെ സ്ട്രാറ്റജി ഉണ്ടാകുന്നില്ല, പരാജയപ്പെടുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കേവലം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ GD ബക്ഷിയെ പോലെയുള്ള പ്രതിരോധ വിദഗ്ധർ പരസ്യമായിട്ട് ഇത്രയും കാലം മോദി സർക്കാരിന് വലിയ പിന്തുണ കൊടുത്തിരുന്ന ബക്ഷിയെ പോലെയുള്ള ആളുകൾ റിപ്പബ്ലിക് പോലെയുള്ള ചാനലിൽ വന്നിരുന്നു പറയുന്നത് നമ്മൾ കേട്ടല്ലോ. 1,80,000 സൈനികരുടെ എണ്ണം കുറച്ചു, ഗ്രൗണ്ടിൽ ഫോഴ്സ് ഇല്ല. അപ്പൊ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ സൈനികരുടെ എണ്ണം കുറച്ചത് എന്തിനാണ് എന്ന് ബക്ഷിയെ പോലെയുള്ള സൈനിക വിദഗ്ധർ ചോദിക്കുകയാണ്. സംഘപരിവാറിനെ BJP-യെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരുന്നവരാ ചോദിക്കുന്നത്. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ വിട്ടോളൂ. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് വാപോയ കോടാലിയാണ്. അദ്ദേഹം പലതും പറയും, അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം അവരുടെ തന്നെ ക്യാമ്പിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ സൈനിക വിദഗ്ധർ ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പഹൽഗാമിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു? അവിടെ സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടില്ലേ? സെക്യൂരിറ്റി ലാബ്സ് വന്നു എന്നുള്ളത് ഗവൺമെന്റ് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇവിടെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ച് ആദ്യം പറയാം. അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കുതന്ത്രങ്ങൾ മെനയാൻ വിദഗ്ധനാണ്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ, ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടാൻ വിദഗ്ധനാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ, ഏതറ്റം വരെയും പോകാൻ ശേഷിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം പയറ്റുന്നയാളാണ്. ഇതെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അമിത്ഷാ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. 2020 അമിത്ഷായുടെ മൂക്കിന് ചുവട്ടിലാണ് ഡൽഹിയിൽ കലാപം ഉണ്ടാവുന്നത്, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ട്രംപ് വരുന്ന സമയത്ത് അവിടെ കലാപം ഉണ്ടാവുന്നു, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപം ഉണ്ടാവുന്നു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യക്ക് കളങ്കമായി മണിപ്പൂർ കലാപം മാറി. അമിത്ഷായ്ക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവിടെ NRC നടപ്പിലാക്കുമെന്ന് പാർലമെന്റിന് അകത്തും പുറത്തും പ്രസംഗിച്ച് നടന്ന് രാജ്യത്ത് മതപരമായ ഡിവൈഡ് ഉണ്ടാക്കാൻ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി നേതൃത്വം കൊടുത്തു. പക്ഷേ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ യൂട്ടേൺ അടിച്ചു പോയി. എന്നിട്ട് പേര് വിളിക്കുന്നതോ ചാണക്യൻ എന്നും. അപ്പൊ ഈ ചാണക്യൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിക്കുന്നു എന്നുള്ള സംബന്ധിച്ച് അവർ മറുപടി പറയണം. അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കനത്ത പരാജയമാണ്, അതിനൊരു തർക്കവും വേണ്ട. അദ്ദേഹം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചടി കൊടുക്കും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഇത് സംഭവിക്കാതെ നോക്കേണ്ടിയിരുന്നു. ഇന്റലിജൻസ് പരാജയം സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് പോലും അറിവില്ലാതെ നേരത്തെ ടൂറിസം സെന്റർ തുറന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? നോക്കൂ, കാശ്മീരിലെ ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്. അവിടുത്തെ ജമ്മു കാശ്മീർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലഫ്റ്റനന്റ് ഗവർണർക്കാണ്, അണ്ടർ ഹോം മിനിസ്ട്രിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് പൂർണ്ണമായിട്ടും സെക്യൂരിറ്റി ലാബ്സിന്റെ ഉത്തരവാദിത്വം പറയുന്നത്. നോക്കൂ, എൻഡ് ഓഫ് ദി ഡേ ആരെങ്കിലും ഒക്കെ അക്കൗണ്ടബിൾ ആവണ്ടേ? someone ഹാസ് ടു ബി അക്കൗണ്ടബിൾ. ഇവിടെ ആരും അക്കൗണ്ടബിൾ ആവുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഭീകരാക്രമണം നടന്നിട്ട് രാജ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആരെങ്കിലും അക്കൗണ്ടബിൾ ആയിരിക്കണം. സെക്യൂരിറ്റി ഫോഴ്സിന് ലീഡർഷിപ്പ് മാത്രമല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ വലിയ തോതിൽ വാചക കസർത്ത് നടത്തിയിട്ടുള്ള ആളുകളല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അക്കൗണ്ടബിലിറ്റി അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് താങ്കൾ ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയം തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യരുതെന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യരുതെന്ന് പറയുന്നതിനൊപ്പം ഒരു കാര്യം കൂടി പറയണം, മതം ചർച്ച ചെയ്യരുത്. ഇവിടെ നോക്കൂ, ഈ പ്രധാനപ്പെട്ട ഇത്രയും ഗുരുതരമായിട്ടൊരു സംഭവം നടന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കാശ്മീരികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇവിടെ മതം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനും കാശ്മീരി യുവാക്കൾക്ക് നേരെ, കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ഡെറാഡൂണിലടക്കം ആക്രമണം നടത്താനും ആരാ മുതിരുന്നത്? ഏത് സംഘടനകളാണ് മുതിരുന്നത്? ഏത് ഫ്രിഞ്ച് എലിമെന്റ്സാണ് മുതിരുന്നത്? ആരാ അവരെ നിയന്ത്രിക്കുന്നത്? ആരുടെ കൈകളിലെ കളിപ്പാവുകളാണ് സംഘടനകൾ? നമുക്കറിയുന്നതല്ലേ. ഇവിടെ കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മലയാളികളായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകർ നടത്തുന്ന വിഷലിപ്തമായ പ്രചരണങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? മതം പറഞ്ഞുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്. എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകൾ ഇരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ BJP-യുടെ IT സെല്ലിൽപ്പെട്ട ഒരു പെൺകുട്ടി വളരെ നിന്ദ്യമായ ഭാഷയിൽ മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ആലുവയിൽ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മറ്റ് പല സംഘടനകളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള വിഷലിപ്തമായ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തും BJP-ക്ക് അകത്തുള്ള ആളുകൾ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്നതിനൊപ്പം മതം കൂട്ടിക്കലർത്തരുത്. കാശ്മീരിൽ 5 or 6 തീവ്രവാദികൾ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ 10 or 20 പേർ, ഇനി ഗൂഢാലോചനയടക്കം ഒരു 100 പേർ നിങ്ങളുടെ വാദത്തിന് വേണ്ടി. നമ്മുടെ ഈ രാമചന്ദ്രന്റെ മകൾ ആതിര എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി എന്നൊക്കെ പറഞ്ഞതിന് എന്തുമാത്രം മോശം പ്രതികരണങ്ങൾ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നേരിടുന്നു നമ്മൾ കാണുന്നുണ്ട്.